Hallelujah. Hallelujah. Praise God. കർത്താവിൻ്റെ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു. I give thanks to the name of the Lord again. എല്ലാവരും ഒരിക്കൽ കൂടി കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. And I welcome everyone to this congregation again. ഒരു ദൈവപ്രവൃത്തിയുടെ സമയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. The work of the Lord is very near and before us. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർമാനമായിട്ടുള്ള പ്രാർത്ഥനയിലാണ്. From past few years we have been continuously praying. ദൈവം തൻ്റെ സഭയെ വളരെ ശ്രേഷ്ഠകരമായ നിലയിൽ സന്ദർശിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. We know that and we believe that God is going to visit His church. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സെക്കൻഡ് വേവ് ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും അറിയുകയും We ചെയ്യുന്നു. know and we believe that there will be a second wave of the Holy Spirit in this world. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം തൻ്റെ മഹത്വത്തോടെ ദൈവസഭയിൽ വെളിപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. And we believe that God will manifest in the church with all His glory. ഹല്ലേലൂയ. Hallelujah. നമ്മൾ അതിനുള്ള പ്രാർത്ഥനയിലും അതിനുള്ള ഒരുക്കത്തിലുമാണ്. And we are preparing ourselves and we are praying for that. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിൻ്റെ തേജസ് അവൻ്റെ കാബോദ് നമ്മിൽ നിറയും. The glory of God, the kabod of God will fill in us. ആമേൻ. Amen. ദൈവത്തിൻ്റെ കാബോദ് അവൻ്റെ തേജസ് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടും. The glory of God, the kabod of God will manifest in our midst. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ കണ്ടത് ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളതാണ്. In the past weeks we have been seeing that God is light and in Him is no darkness at all. പിതാവാം ദൈവം വെളിച്ചമാണ്. The Father God is light. പുത്രനെ കുറിച്ച് പറയുന്ന അവൻ വെളിച്ചമാണ്. When you're talking about Son, He is light. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. And there is no darkness in Him at all. നമുക്കതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. And we have no doubt about this. എന്നാൽ ദൈവം വെളിച്ചമായിരിക്കുന്നത് പോലെ നാമും വെളിച്ചമാകണം, വെളിച്ചത്തിൽ നടക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. But God desires that as He is light, we also should be light and we also should walk in light. ആമേൻ. Amen. അതിനർത്ഥം നമ്മുടെ അകത്ത് ഇരുട്ടിൻ്റെ ധാരാളമായിരിക്കുന്ന മേഖലകൾ ഇനിയും അവശേഷിക്കുകയാണ്. The meaning is that there is a lot of darkness that still remains in us. നമ്മുടെ ആത്മാവിലും നമ്മുടെ പ്രാണനിലും നമ്മുടെ ശരീരത്തിലും വീണ്ടും ഇരുട്ടിൻ്റെ അംശങ്ങൾ അവശേഷിക്കുന്നുണ്ട്. In our spirit, soul and body, there are still darkness that remains in us. നമ്മൾ മുഴുവനും വെളിച്ചമായിട്ടില്ല. We have not become completely light. നമ്മൾ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. We have received Jesus. നമ്മൾ വീണ്ടും ജനിച്ചിട്ടുണ്ട്. We have been born again. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വന്നിട്ടുണ്ട്. And the Spirit of God has already come in our spirit. ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ആത്മാവിലുണ്ട്. The life of God is in our spirit. നമുക്കതിലൊക്കെ നല്ല വ്യക്തതയുണ്ട്. And we have very clear about all this. നമുക്ക് നമ്മുടെ രക്ഷയെക്കുറിച്ച് നല്ല ഉറപ്പുണ്ട്. And we have confirmation about our salvation. നമ്മുടെ ആത്മാവിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് നമുക്കറിയാം. And we know that the rivers of living water will flow from our spirit. പക്ഷെ നമ്മുടെ പ്രാണൻ, നമ്മുടെ സോൾ, നമ്മുടെ ബുദ്ധി, നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരം, നമ്മുടെ ഹൃദയം ഇന്നും പൂർണ്ണമായി ദൈവത്തിന്റെ വെളിച്ചത്താൽ നിറഞ്ഞിട്ടില്ല. But our soul, our emotions, our will, our mind has not yet completely filled with the glory of God, with the light of God. ധാരാളം ഇരുട്ടുകൾ അവിടെ അവശേഷിക്കുന്നു. There are still darkness that remains in that place. ഞാൻ ദീർഘവർഷങ്ങളായി ഇന്നർ ഹീലിംഗ് ഡെലിവറൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. You know that I have been doing deliverance ministry for many years. നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് പാസ്റ്റർമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. I have prayed for thousands of pastors. നമ്മുടെ മിനിസ്ട്രി പ്രധാനമായും
കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവദാസന്മാരെ ഒരുക്കുന്ന മിനിസ്ട്രി ആയിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി. For many years, our ministry has been to prepare the man of God for ministry. ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും നമ്മൾ അനേക ദൈവദാസന്മാരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. Not only in India but also in many other nations, we have prepared the man of God for ministry. 10, 20, 25 വർഷങ്ങൾ പ്രത്യേകിച്ച് ഡെലിവറൻസ് മിനിസ്ട്രി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. I've also prayed for people who have been doing ministry for 20-25 years, even the ones who have been doing deliverance ministry. പക്ഷേ അവരാരും അവരകത്ത് കിടക്കുന്ന ഇരുട്ടിൻ്റെ മേഖലകളെ തിരിച്ചറിയുന്നില്ല. But most of them, they are not recognizing or understanding the darkness that is remaining in them. ഞാൻ ഈയിടെ ഒരു കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിച്ചു. Last day I prayed for a man of God. കഴിഞ്ഞ 20-ലധികം വർഷമായി അദ്ദേഹം ഡെലിവറൻസ് മിനിസ്ട്രിയിലാണ്. For past 20 years he has been doing deliverance ministry. പക്ഷെ അദ്ദേഹത്തിന് ആൻസൈറ്റി ഉണ്ട്. But he has anxiety. ആകുലതയുണ്ട്. He has anxiety. അത് പാരമ്പര്യമായിട്ട് വന്നതാണ്. And he got it through genetics. അദ്ദേഹത്തിന് ഭയമുണ്ട്. And he has much fear. പാരമ്പര്യമായിട്ട് വന്ന ഭയമാണ്. He got through his genetics. അദ്ദേഹത്തിന് കോപമുണ്ട്. He also has anger. അത് പാരമ്പര്യമായി വന്ന കോപമാണ്. That also came through genetics. ഇതൊക്കെ സ്വാഭാവികമായ കാര്യമായിട്ട് അദ്ദേഹം കൊണ്ട് നടക്കുകയാണ്. And he is keeping it with him as it's a common thing. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ And when the presence of God manifests, അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയാതെ താഴെ വീണു പോകും. and he's not able to stand and he falls down. പദത്തിന്റെ ധാരണ ദൈവത്തിന്റെ ശക്തിയിൽ താൻ വീണെന്നാണ്. And he thinks that he falls down because of the power of God. ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കി. And I explained to him the reason. ദൈവം ആരെയും വീഴ്ത്തുന്നില്ല. God is not pushing anyone down. അത് കർത്താവിന്റെ കാര്യപരിപാടിയല്ല. It's not his way of doing things. ദൈവ സാന്നിധ്യം ഉള്ളപ്പോൾ ഒരാൾ വീണെന്നിരിക്കാം. But when there is a presence of God, a person might fall. ദൈവ സാന്നിധ്യം ഉള്ളപ്പോൾ ഒരു വ്യക്തി വീണെന്നിരിക്കാം. When the presence of God is there, a person can fall. പക്ഷെ വീഴ്ത്തിയത് ദൈവമല്ല. But the reason that made him fall is not God. അകത്തിരുന്ന ഇരുട്ടുകളാണ്. The darkness that was in him was the reason. വ്യക്തമാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ ഇവിടെ എന്ത് നടക്കും? When the presence of the Holy Spirit is here, anything will happen here. ജനം ചാടിയെന്നോ തുള്ളിയെന്നോ വീണെന്നോ ഉറക്കെ നിലവിളിച്ചൊന്നൊക്കെ ഇരിക്കും. People may jump, shout, run. Many things can happen. അതൊന്നും നമുക്ക് കുഴപ്പമില്ല. None of this is a problem. പക്ഷേ ഒരു ദൈവദാസ എന്ന നിലയിൽ ഞാൻ എല്ലാം വിവേചിക്കേണ്ടിയിരിക്കുന്നു. But as a man of God, I have to discern everything. ചിലർ വീഴുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇത് വേറൊരു വീഴ്ചയാണ്. And when some people fall, I understand that it's a different type of fall. ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വീണത്. Because there is a presence of God, that person fell down. പക്ഷെ വീഴ്ത്തിയത് ദൈവമല്ല. But the reason behind his fall is not the presence of ആ God. ദൈവ സാന്നിധ്യം തൻ്റെ ആത്മദേഹി ദേഹത്തിലേക്ക് ഇറങ്ങും മുമ്പ് അദ്ദേഹത്തിൻ്റെ അകത്തിരുന്ന ഒരു ഇരുട്ട് പുള്ളി അങ്ങ് വീഴ്ത്തി കളഞ്ഞു. Before the presence of God entered into his spirit, soul and body, his darkness that was remaining in him made him to fall down. മനസ്സിലാകുമോ? ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. And I prayed for that person. കോപത്തിന്റെ ആത്മാക്കൾ പുറത്തു വരാൻ തുടങ്ങി. And the spirit of anger started coming out. നിരാശയുടെ ആത്മാക്കൾ പുറത്തു വരാൻ തുടങ്ങി. Spirit of anxiety started coming out. ഡിപ്രഷൻ. Spirit of depression started coming out. ആകുലതയുടെ ആത്മാക്കൾ പുറത്തു വരാൻ തുടങ്ങി. Spirit of anxiety started coming out. അദ്ദേഹത്തിന്റെ പല രോഗങ്ങളും മാറാൻ തുടങ്ങി. And many of his sickness started to go away. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നത്. 20-ലധികം വർഷമായി താൻ ശുശ്രൂഷിക്കുന്നു, അനേകരെ വിടുവിക്കുന്നുവെങ്കിലും തൻ്റെ അകത്തും ചില ഇരുട്ടുകൾ അവശേഷിക്കുന്നു. And that is when his eyes was open and he understood that even though he was delivering many people for 20-25 years, still a darkness was remaining in him. ഇത്ര മനസ്സിലാകുമോ? I hope you understand this much. നമ്മുടെ അകത്തൊന്ന് പരിശോധിക്കണം. We need to examine our hearts. എത്ര തരത്തിലുള്ള ഇരുട്ടുകളുണ്ടെന്ന്. How many types of darkness remains in us? Hallelujah. Hallelujah. ദൈവം വെളിച്ചമാണ്. God is light. നമ്മൾ അതുപോലെ വെളിച്ചമാകണം. And we also have to become light like him. Hallelujah. Hallelujah. പക്ഷെ നമ്മുടെ പ്രാണനിൽ ഇരുട്ടുകൾ അവശേഷിക്കുന്നു. But still darkness remains in our soul. ഭയം ഒരു ഇരുട്ടാണ്. Fear is a darkness. ദുഃഖം ഒരു ഇരുട്ടാണ്. Grief is a darkness. സംശയം ഒരു ഇരുട്ടാണ്. Doubt is a darkness. കോപം ഒരു ഇരുട്ടാണ്. Anger is darkness. ഇതൊക്കെ നോർമലായി നമ്മുടെ വികാരങ്ങൾ വരുന്ന കാര്യമാണ്. These are normal things that come in our emotions. ഇതെല്ലാം നമ്മുടെ വികാരങ്ങളാണ്. It's all our emotions. പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഭയമോ ഒരു കോപമോ ഒരു നിരാശയുണ്ടെങ്കിൽ
അത് പിശാചിന്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. But if there is any fear or anger that we cannot control, that becomes the stronghold of Satan. നമ്മുടെ അകത്ത് എങ്ങനെ ഈ ഇരുട്ടുകളുണ്ടെന്ന് അറിയാം. How can we know that this darkness remain in us? ഇത്തരത്തിലുള്ള കോട്ടകൾ, സ്ട്രോങ് ഹോൾഡ്സ് നമ്മുടെ അകത്തുണ്ടെന്ന് എങ്ങനെ അറിയാം? How can we know such kind of strongholds remain in us? നിങ്ങളുടെ ചിന്തകളെ പരിശോധിക്കൂ. You can examine your thoughts. ചിന്തകളെ പരിശോധിക്കൂ. Examine your thoughts. നിങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയാത്ത ഒരു ചിന്ത ഉണ്ടാകുകയും ആ ചിന്ത നിങ്ങളെ പിടിച്ചടക്കുകയും ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പിമ്പിൽ ഒരു കോട്ട, ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. If a thought comes in your mind that you are not able to captivate it, but instead the thought captivates you, there is a stronghold behind that thought. ഉദാഹരണം ഭയം. For example, fear. അതൊരു വികാരമല്ലേ? It's an emotion, right? നോർമൽ കാര്യമാണ്. It's a normal thing. പക്ഷെ ആ ഭയം എന്ന വികാരം ഉടലെടുത്തപ്പോൾ But when fear came in you, ആ ഭയത്തെ നിങ്ങൾ പിടിച്ചടക്കണം. you have to captivate that fear. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിൽ നടക്കാൻ പറ്റത്തില്ല, ആത്മനിറവ് ജീവിക്കാൻ പറ്റത്തില്ല. Otherwise you cannot walk in the Spirit or live in the infilling of Holy Spirit. Amen. Amen. ആ ഭയത്തിന്റെ ചിന്തയെ നിങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു. You are trying to captivate that thought of fear. പക്ഷെ നിങ്ങൾ പരാജയപ്പെട്ടു. But you failed. ആ ഭയം നിങ്ങളെ പിടിച്ചടക്കി. But instead the fear overtook you. എന്താർത്ഥം? What is the meaning? ആ ഭയത്തിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് നിങ്ങളുടെ അകത്തുണ്ട്. There is a stronghold of that fear that is in you. Amen. Amen. ഒരു മോഹം നിങ്ങളുടെ അകത്ത് വരുന്നു. When a lust comes in you, എല്ലാ തരത്തിലുമുള്ള മോഹം നമ്മുടെ അകത്തുണ്ട്. every kind of lust is in our hearts. Amen. Amen. എന്നാൽ ഒരു മോഹം നിങ്ങളുടെ അകത്ത് വർദ്ധിക്കുമ്പോൾ But when one lust is increasing in you, ആ മോഹത്തെ നിങ്ങൾ പിടിച്ചടക്കണം. you need to captivate that lust. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് ഏത് വിചാരങ്ങളെയും പിടിച്ചടക്കണം. You need to captivate any thoughts to the obedience of Jesus Christ. നമ്മുടെ പ്രാണൻ, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ വികാരം എല്ലാം നമ്മുടെ ആത്മാവിലുള്ള ക്രിസ്തുവിന്റെ അനുസരണത്തിലായിരിക്കണം. Our soul, our will, our emotions, our thoughts, our mind has to be always in the obedience of Jesus ആ Christ. ചിന്തകളെ പിടിച്ചടക്കണം. We need to captivate that thoughts. നമ്മൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു, When we try to captivate നമ്മൾ പരാജയപ്പെട്ടു. and we fail, ആ മോഹം എന്ന ചിന്ത നമ്മളെ പിടിച്ചടക്കി. and that thought of lust captivates us instead. അതിന്റെ അർത്ഥം അതൊരു കോട്ടയായി നമ്മുടെ അകത്തുണ്ട്. The meaning is that it is like a stronghold and remaining in us. അവിടെ നമുക്ക് വിടുതൽ ആവശ്യമാണ്. And there we need deliverance. അതൊരു ഇരുട്ടാണ്. That's a darkness. അവിടെ വെളിച്ചമായിട്ടില്ല. And that place has not become നമ്മുടെ light. പ്രാണൻ വലിയൊരു സമുദ്രം പോലാണ്. Our soul is like a big ocean. അത്ര ആഴമുണ്ട്, അത്ര വിസ്താരമാണ് നമ്മുടെ പ്രാണൻ. It has much depth and much width. അവിടെ എല്ലാം വലിയ സൗഖ്യം നടക്കണം. And they all in that place we need much വലിയ healing. ശുദ്ധിത നടക്കണം. A great sanctification is needed. ദൈവത്തിന്റെ ഗ്ലോറി, ആ തേജസ് നമ്മിൽ നിറയണമെങ്കിൽ നമ്മുടെ അകത്ത് അഭിഷേഷിക്കുന്ന ഇരുട്ടുകൾ മുഴുവനും വെളിപ്പോകണം. If the glory of God has to fill in us, all this remaining darkness that remains in us has to go out. നമ്മൾ എന്തിനാണ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്? Why are we hearing the word of God? നമ്മൾ എന്തിനാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്? Why are we reading the word of God? നമ്മൾ എന്തിനാണ് വചനം ധ്യാനിക്കുന്നത്? Why do we meditate the word of ഈ God? വചനം വന്നിട്ടാണ് നമ്മുടെ അകത്തിരിക്കുന്ന ഇരുട്ടുകളെ പുറത്താക്കേണ്ടത്. This word has to come within us and take out all the darkness that is in us. Amen. Amen. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, And I said to that person, അത് ഒത്തിരി പഴയ ഉടമ്പടി പുസ്തകം വായിക്കുന്ന ആളാണ്. he used to read much from the old covenant. സങ്കീർത്തനങ്ങൾ ഒത്തിരി വായിക്കുന്ന He ആളാണ്. reads much Psalms. അവിടെയുള്ള എല്ലാ വാക്തത്വങ്ങളും വെച്ച് അദ്ദേഹം വാക്തത്വങ്ങളൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ച് അതിനകത്ത് പ്രാർത്ഥിക്കുന്ന ആളാണ്. And he reads all the promises in the book of Psalms, and he declares and he prays about that for himself. അതൊക്കെ മനോഹരം, അങ്ങ് നടന്നുകൊള്ളട്ടെ. And I said it's all beautiful and you can keep on doing. തൽക്കാലം അതെല്ലാം നിർത്തിയിട്ട് But for now you stop all that റോമാലേഖനം മുതൽ വായിക്കുക. and you start reading from the book of Romans. അവിടെ നിങ്ങളുടെ ആത്മദേഹി ദേഹത്തിന്റെ വിശുദ്ധീകരണത്തിനുള്ള വാക്യങ്ങളെ സ്വീകരിക്കുക. And you receive much word that sanctifies your spirit, soul and body. നിങ്ങളുടെ മനസ്സിനെ പുതുക്കണം എന്ന വചനം വായിക്കുക. And read the words that says that you need to renew your mind. പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. We like promises. അവൻ നിന്നെ വാലല്ല തലയാക്കും. He will make you
the head and not the tail. നമ്മൾ പറഞ്ഞു നടക്കും ഞാൻ വാലാകത്തില്ല തലയാകും. When we move around talking this, I'll not be a tail, I will be അത് head. നല്ലതാണ്. It's good. പക്ഷേ അത് ഞാൻ പറയേണ്ടത് എൻ്റെ മനസ്സ് പുതുക്കി ഞാൻ രൂപാന്തരപ്പെട്ട് യേശുവിനെ പോലാകണം. But what I have to say is my mind is being renewed and I have to become like Jesus. Amen. Amen. വാലും തലയല്ല നമ്മുടെ വിഷയം. Head and tail is not our point. യേശുവിനെ പോലെ ആകണം. We need to become like Jesus. Amen. Amen. യേശുവിൻ്റെ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നമ്മളൊന്ന് വരണം. We need to grow to the fullness, to the maturity of Jesus Christ. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് വരെ പ്രാപിക്കണം. To the fullness of the stature of Jesus Christ. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. And we need to grow to the head, Jesus Christ, in all things. യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപമായി തീരണം. And we should be conformed to the image of Jesus Christ. നമ്മുടെ ദേഹത്തിൽ സമ്പൂർണ്ണമായ വിശുദ്ധീകരണം ഉണ്ടാകണം. And we need complete sanctification in our spirit, soul and body. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ So when I was speaking with that person, അദ്ദേഹം എന്നെക്കാട്ടിലും പ്രായമുള്ള വ്യക്തിയാണ്. he is older than me, പക്ഷെ ഇതൊന്നും പുള്ളിക്ക് അറിയത്തില്ല. but he does not know any of these things. കാര്യം എന്താ? അദ്ദേഹം പഴയ ഉടമ്പടിയിലെ ഭൗതിക വാഗ്ദത്തങ്ങളിൽ മാത്രം നിൽക്കുകയാണ്. The reason that he was concentrating only on the blessings in the old covenant, the promises in the old covenant. ഒത്തിരി സ്തോത്രം ചെയ്തു. And I gave thanks to God so much. പുതിയ ഉടമ്പടിയുടെ ഉപദേശം നമുക്ക് വെളിപ്പെടുത്തിയതോർത്ത്. Remembering that God has revealed to us the revelations of the new covenant. യേശുവിനെ പോലാകുന്ന ആ ഒരു വെളിപ്പാട് തന്നതോർത്ത്. Has given us the grace to know the scriptures to become like Jesus. ഞാൻ ഓരോ വചനവും വായിക്കുന്നത് യേശുവിനെ പോലാകാൻ വേണ്ടി. So every time I read the scriptures, I read that to become like Jesus. ആ വചനം എൻ്റെ അകത്ത് വന്ന് എൻ്റെ അകത്ത് വസിക്കുമ്പോൾ എൻ്റെ അകത്തിരിക്കുന്ന അത്രയും ഇരുട്ടങ്ങ് വെളിപ്പോവുക. When that word comes in my heart and it abides in me, that much darkness goes out from me. ഞാൻ പറഞ്ഞ ബേസിക്കലി ഭയങ്കര ഭയമുള്ള വ്യക്തിയായിരുന്നു. I'm talking about this person was having much. This person, I basically had much fear in me. ബാല്യം മുതലേ ഭയമുണ്ടായിരുന്നു. From my childhood, I had much fear. ഒത്തിരി അക്ഷമ ഇംപേഷ്യൻസ് എനിക്കുണ്ടായിരുന്നു. And I had much impatience. ഒത്തിരി കോപമുണ്ടായിരുന്നു. I had much anger. കർത്താവ് കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ ആഴത്തിൽ പറയണം, ആഴത്തിൽ കിടക്കുന്ന ഇത്തരത്തിലുള്ള ഇരുട്ടുകളെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുക. And God is removing all this kind of darkness that is remaining deep in us. ഒരു 500 കിലോ ഭയം പണ്ടുണ്ടായിരുന്നെങ്കിൽ, If I had a 500 kilogram of fear before, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു ഒരു 2-3 ഗ്രാം എൻ്റെ അകത്ത് ഭയം അവശേഷിക്കുന്നു. last year I said just 2 or 3 grams of fear is remaining in me. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ അതുപോലും അകത്തില്ല. But when I look into me now, I don't have even that in me. നമ്മുടെ പ്രാണന്റെ അകത്ത് വളരെ ഡീപ്പസ്റ്റ് സോളിൽ കിടക്കുന്ന ആ ഇരുട്ട് പോലും പൊക്കൊണ്ടിരിക്കുക. The darkness that is even remaining in our deepest soul is going out. നമ്മൾ ഇങ്ങനെ നമ്മുടെ ഹൃദയം പരിശോധിക്കണം. We need to examine our heart like this. എന്നെ കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ വെളിച്ചം അകത്ത് വരുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ വെളിച്ചം അകത്ത് വരുന്നുണ്ടോ എന്ന്? Is any light coming in you? ഇല്ല. ഞാൻ എന്നെ തുറച്ചു നോക്കാതെ എനിക്ക് പേടിയാവുന്നു. സൗഖ്യം നടക്കുന്നുണ്ടോ? Is any healing happening in you? കർത്താവിന്റെ തേജസ് വേഗത്തിൽ വെളിപ്പെടും. The glory of God will manifest very soon. അതിൽ യാതൊരു സംശയവും And there is no doubt about that. അതിനു മുമ്പ് ഇരുട്ടൊക്കെ പുറത്ത് കളയണം. And before that, all this darkness should go out. വചനം സ്വീകരിക്കണം. We need to receive much word. സൗഖ്യമാകണം. We need to be healed. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ലക്ഷ്യം മുഴുവനും യേശുവിനെ പോലെ ആകുക എന്നതാണ്. Our aim is to become like Jesus. ഞാൻ ഇന്നലെയൊക്കെ വചനം വായിക്കുമ്പോൾ ഇതുമായിട്ടുള്ള അത്ര ബന്ധത്തിലല്ലെങ്കിലും എൻ്റെ അകത്ത് കർത്താവ് ഇടപെട്ടൊരു വാക്യം വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. Yesterday when I was reading the scriptures, not relating to this that much, but I want to read one scripture. The Holy Spirit is guiding me. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. The Gospel according to John chapter 14. അതിൻ്റെ 21-ാമത്തെ വാക്യം. Verse 21. എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു.
എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. He who has my commandments and keeps them, it is he who loves me, and he who loves me will be loved by my Father, and I will love him and manifest myself to him. യേശു കർത്താവ് പറയാം, ഞാൻ എന്നെ തന്നെ അവന് വെളിപ്പെടുത്തും. Jesus Christ is telling that I will manifest myself to him. നമുക്ക് കർത്താവ് അങ്ങനെ അവനെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? Has our Lord manifested himself to us like this? നിങ്ങൾ പറയും ഉണ്ടെന്നൊക്കെ പറയും. You may say that yes. സത്യത്തിൽ ഈ വചനത്തിൻ്റെ ആ ഒരു നിലവാരത്തിൽ കർത്താവ് അവനെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. In truth, Jesus has not himself manifested himself to us in the level of this scripture. യേശു കർത്താവിൻ്റെ ആ മാനിഫെസ്റ്റേഷന് പല തലങ്ങൾ, പല ഘട്ടങ്ങളുണ്ട്. For the manifestation of Jesus, there are different dimensions. ഞാൻ നിങ്ങൾ ചില വാക്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റും. When I show you some scriptures, you will understand the meaning. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, Luke chapter 10, അതിൻ്റെ 22-ാം വാക്യം, verse 22. വളരെ ശ്രേഷ്ഠകരമായ വചനങ്ങളാണ്. These are all great scriptures, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. so you need to hear much carefully. ലൂക്കോസ് 10:22. Luke chapter 10, verse 22. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. No one knows who the Son is except the Father. ആമേൻ. Amen. യേശു അന്ന് ഭൂമിയിൽ വന്ന് യഹൂദന്മാരോട് പറയുന്ന കാര്യം അതൊക്കെ. These are the words Jesus is telling when he came into this world, speaking to the Jews. യേശു വന്നപ്പോൾ യേശുവിനെ അവർക്ക് ആർക്കും മനസ്സിലായില്ല. When Jesus came, nobody understood Jesus. Nobody recognized him. ഈവൻ ശിഷ്യന്മാർക്കും ശരിയാവണ്ണം യേശുവിനെ മനസ്സിലായില്ല. Even the disciples did not recognize Jesus in the right way. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ 3.5 വർഷം കൂടെ നടന്നിട്ടും അവർക്ക് യേശു കർത്താവിനെ ഒന്നും മനസ്സിലായില്ല. When you read John chapter 14, 15 and 16, for 3.5 years they walked with Jesus, but still they did not understand him completely. Amen. Amen. ദൈവം, പിതാവാം ദൈവം വെളിപ്പെടുത്തി, ഒരു വ്യക്തിക്ക് പിതാവാം ദൈവം പുത്രനെ വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ മാത്രമേ യേശുക്രിസ്തു ആരാണെന്ന് ഒരുവൻ അറിയാൻ പറ്റുകയുള്ളൂ. A person can know who Jesus Christ is only when the Father God in heaven reveals his Son to that person. പുത്രൻ ആരാണെന്ന് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. Only the Father knows who the Son is. Amen. Amen. നിങ്ങൾക്ക് മനസ്സിലാകുമോ? നമ്മൾ പറയും നമുക്ക് യേശുവിനെ അറിയാമെന്ന്. We say that we know Jesus. ശരിയാ, നമുക്ക് എന്തൊക്കെയോ അറിയാം. It's true, we know some things about Jesus. പുത്രൻ ഇന്നവൻ ആരെന്ന് എന്താണെന്ന് പിതാവിനെ അറിയത്തുള്ളൂ. But only the Father knows who the Son is. നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് സമ്പൂർണ്ണ മനുഷ്യനെ കാണണോ? Do you want to see a perfect man? യേശുവിനെ നോക്കിയാൽ മതി. You can look into Jesus. സമ്പൂർണ്ണ മനുഷ്യൻ, a perfect man. ഒരു കുറവുമില്ലാത്ത മനുഷ്യൻ. There is no shortcomings in him. വാക്കിലോ, in words, പ്രവൃത്തിയിലോ, in works, ചിന്തയിലോ, even in his thoughts. യാതൊരു മേഖലയിലും ഒരു കുറവുമില്ലാത്ത സമ്പൂർണ്ണ In മനുഷ്യൻ. all these areas he has no shortcomings and he is a perfect man. ആ യേശുവിനെ കാണണമെങ്കിൽ നിങ്ങൾ ഒത്തിരി അടുത്ത് വന്നെങ്കിൽ യേശുവിനെ കാണാൻ പറ്റത്തുള്ളൂ. ആ യേശുവിനെ കാണാൻ പറ്റത്തുള്ളൂ. And if you want to see that Jesus, you have to come that much closer to him. Amen. Amen. 2, നിങ്ങൾക്ക് സമ്പൂർണ്ണ ദൈവത്തെ കാണണമോ? Secondly, do you want to see a complete perfect God? നിങ്ങൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ. Nobody has seen God, right? ആരും കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. Nobody has seen God. ദൈവത്തെ കാണണമോ? But do you want to see God? യേശുവിന്റെ അടുത്ത് വരണം. Come to Jesus. ദൈവം അവന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി യേശുവിൽ വെച്ചിരിക്കുക. God has placed his complete glory in a bodily form in Jesus. അപ്പോൾ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവും ഒരു വ്യക്തിയിലുണ്ട്. So a complete man, a perfect man,
and a complete and perfect God is in one person. ആമേൻ. Amen. അത് നമ്മൾ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് പിതാവ് വെളിപ്പെടുത്തി തരിക. And that when we come to Jesus, Father is revealing to us. നമ്മൾ യേശുവിനെ പോലെ ആകണമെങ്കിൽ If we have to become like Jesus, അവന്റെ കാബോധ് കൊണ്ട് അവന്റെ ഗ്ലോറി കൊണ്ട് നമ്മൾ നിറയണമെങ്കിൽ if we have to be filled with His kabod, with His glory, ഞാൻ യേശുവിനെ അറിയണം. I have to know Jesus. അറിയുന്ന അളവിൽ മാത്രമേ എനിക്ക് അവനെ പോലെ ആകാൻ And പറ്റുകയുള്ളൂ. only according to the amount that I know Jesus, only according to that amount I can be filled. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരണം. And God has to reveal Him to me. അപ്പോൾ നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്നത്, Then what are we praying for? നമ്മുടെ പ്രാർത്ഥന ലക്ഷ്യം എന്തുവാ? What is the aim of our നമ്മൾ prayer? എന്തിനാ വചനമൊക്കെ Why do വായിക്കുന്നത്? we read the scriptures? യേശുവിനെ വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാ. To receive, to get Jesus Christ manifested to us. ആമേൻ. Amen. നിങ്ങൾ മുമ്പോട്ട് പോയിട്ട് ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഓരോ ലേഖനങ്ങളിലും അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്നത് ഈ യേശു നമുക്കൊന്ന് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാ. And if you read in the all the epistles, the apostles have written all the scriptures saying that we need to get Jesus Christ revealed to us. സമയം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ ഒന്നുകൊണ്ട് വാക്യങ്ങൾ കാണിക്കാം. I'll show you few scriptures. ഓക്കെ, ഇനി ഇവിടെ തന്നെ നമ്മൾ വീണ്ടും കാണുകയാണ്. ബാക്കി ലൂക്കോസ് 10:22. Luke chapter 10 verse 22. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. And no one knows who the Son is except the Father. പിതാവ് ഇന്നവനെന്ന് പുത്രനല്ലാതെ ആരും അറിയുന്നില്ല. അത്രമാത്രം. And who the Father is, only the Son knows. ആമേൻ. Amen. പിതാവ് ആരാണെന്ന് പുത്രൻ മാത്രമേ അറിയുന്നുള്ളൂ. Only the Son knows who the Father is. നമുക്ക് പിതാവാം ദൈവത്തെക്കുറിച്ച് ഒരു ചെറിയ പ്രകാശനമുണ്ട്, ഇല്ലേ? We have a small enlightenment understanding about who the Father is. നമ്മുടെ ആരാധനയൊക്കെ നമ്മൾ പിതാവിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. And we focus our Father in our worship. യേശു കർത്താവ് വന്നത് നമ്മെ പിതാവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. Jesus Christ came to take us to the Father. പിതാവിനെ വെളിപ്പെടുത്താൻ വേണ്ടി. To reveal Father. കൃപയാൽ നമുക്ക് ആ ഒരു വെളിപ്പാടുണ്ട്. And by grace we have that revelation. അതൊരു പ്രോഗ്രസീവ് റെവലേഷൻ ആയി നമ്മുടെ അകത്ത് ഉണ്ട്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. And that revelation is increasing in us. അപ്പോൾ പിതാവ് ആരാണെന്ന് അറിയണമെങ്കിൽ പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തണം. So if you want to know who the Father is, the Son has to reveal the Father to us. പിതാവിനെ പുത്രൻ മാത്രമേ അറിയുന്നുള്ളൂ. So the Son only knows who the Father is. പുത്രൻ ആർക്കെങ്കിലും വെളിപ്പെടുത്തി കൊടുത്താൽ അവനും പിതാവിനെ അറിയും. And the one to whom the Son reveals, he will also know who the Father is. നമ്മുടെ വിഷയം ഇപ്പോൾ So our point പുത്രനെ here വെളിപ്പെടുക, പുത്രനെ വെളിപ്പെടുത്തി തരിക എന്നുള്ളതാണ്. is to reveal to us the Son. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പിതാവാം ദൈവം പുത്രനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. And to everyone who is seated here, the Father God has revealed His Son. അതുകൊണ്ട് ഒരിക്കൽ യേശുവിനെ സ്വീകരിച്ചത്, And that is why we received Jesus. അവനെ കർത്താവായി And we സ്വീകരിച്ചത്, received Him as our Lord. അവനെ രക്ഷകനായി And we സ്വീകരിച്ചത്, received Him as our അവനെ Savior. ദൈവമായി We സ്വീകരിച്ചത്, received Him as our God. രക്ഷ സ്വീകരിച്ചത്, And we received salvation. വീണ്ടും ജനനം We were സ്വീകരിച്ചത്, born again. ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ And we സ്വീകരിച്ചത്, received Holy അത് Spirit. പിതാവ് പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. It's because Father God has revealed His Son അതൊരു for us. ഫസ്റ്റ് സ്റ്റെപ്പ് വെളിപ്പാടാണ്. And that is the first step revealing. അതുകൊണ്ട് നമ്മൾ യേശുവിനെ കർത്താവായി And that is why സ്വീകരിച്ചു, we received Jesus as our Lord. രക്ഷകനായി We സ്വീകരിച്ചു, received Him as our Savior. നാം അവനുമായി ചേർന്നു. And we joined with Him. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. But John chapter 14:21 says a different thing. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ. Those who receives my commandment and keeps them. ലൂക്കോസിൽ നാം വായിച്ചത് എല്ലാ കൽപ്പനകളും പ്രമാണിക്കുമ്പോൾ വെളിപ്പെട്ട് കിട്ടുന്ന യേശുവിനെ കുറിച്ചല്ല. In Luke we did not read about the Jesus Christ that will be revealed to us when we obey all His commandments. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, When you hear about Jesus, സുവിശേഷം when കേൾക്കുമ്പോൾ, you hear the gospel, പിതാവാം ദൈവം നമുക്ക് പുത്രനെ വെളിപ്പെടുത്തി തരുന്നു. Father God will reveal to us His Son. അവനെ കർത്താവായി വെളിപ്പെടുത്തി He തരുന്നു. will reveal to us His Son as a Savior, രക്ഷകനായി, കർത്താവും രക്ഷകനുമായി as our വെളിപ്പെടുത്തുന്നു. Lord and Savior. നമ്മൾ അവനെ And സ്വീകരിക്കുന്നു. we receive Him. എന്നാൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, But John tells here, വാക്യം 21-ൽ verse 21, യേശു പറയാണ്, and Jesus is saying, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. He who has my commandments and keeps them, it is he who loves me.
കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യം He's പറയാം. talking about a person who loves the Lord. മറ്റെന്തിനേക്കാളും ഉപരി കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യം പറയാം. Loving the Lord more than anything else. എൻ്റെ സ്വയത്തെക്കാൾ ഉപരി കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യം പറയാം. He's talking about loving the Lord more than my self-will. എൻ്റെ പ്രാണന്റെ ആഗ്രഹത്തെക്കാൾ ഉപരി കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യം He's പറയാം. talking about loving our Lord more than any needs of my soul. എൻ്റെ കണ്ണ് കാണുന്ന ഇഷ്ടപ്പെടുന്ന ഏത് കാര്യങ്ങളെക്കാളും ഉപരി കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യം He's പറയാം. talking about loving our Lord more than anything that my eye sees and desires. അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ സകല കൽപ്പനകളും പ്രമാണിക്കും. And the person who loves our Lord like that, he will obey all his commandments. അപ്പോൾ കൽപ്പനകൾ അനുസരിക്കുന്നത് ഭയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു വികാരം കൊണ്ടല്ല, മറിച്ച് കർത്താവിനോടുള്ള പ്രാണസ്നേഹത്തിൽ നിന്നാണ്. So we obey God's his commandments not because of fear but because of our love towards him. Amen. Amen. കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്. We obey his commandments because we love the Lord. നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ അനുസരിപ്പിക്കുന്നത് പേടിപ്പിച്ചിട്ടല്ലേ? We usually make our children to obey us by scaring them. അല്ലേ? നമ്മുടെ Right. മക്കൾ അനുസരിക്കുന്നത് ഭയം കൊണ്ടല്ലേ? Our children obey us because of fear, right? നല്ല അടി കിട്ടുമെന്നൊക്കെ പേടിച്ചിട്ടല്ലേ? Because they fear that we will cane them. നരകത്തിൽ കർത്താവ് അയക്കും, അതുകൊണ്ടെല്ലാം അനുസരിച്ചോണം. And we say that God will send you to hell if you do not obey. നമ്മൾ പേടിപ്പിച്ചല്ലേ? We scare them. നമ്മൾ യേശുവിനെ അങ്ങനെയല്ല സ്നേഹിക്കുന്നത്. We are not loving Jesus like that. യേശുവിനെ അങ്ങനെയല്ല അനുസരിക്കുന്നത്. We are not obeying Jesus like that. കൽപ്പന അങ്ങനെയല്ല We അനുസരിക്കുന്നത്. are not obeying his commandments like that. അവനോടുള്ള പ്രാണബന്ധം കൊണ്ടാണ്. But because of our relationship with him. അപ്പം കർത്താവിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് നാം അവൻ്റെ കൽപ്പന ഒക്കെ അനുസരിക്കുക എന്നുള്ളത്. So the proof that we love Jesus is that we obey all his commandments. ആ വാക്യം വീണ്ടും പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. And he who loves me will be loved by my Father. പിതാവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. Father loves everyone. ലോകത്തുള്ള സർവ്വജനത്തെയും പിതാവ് Father സ്നേഹിക്കുന്നു. loves everyone who is in this world. യേശുവിനെ സ്വീകരിച്ചവരെ വിശേഷാൽ സ്നേഹിക്കുന്നുണ്ട്. Especially he loves more the one who will receive Jesus. കാരണം നമ്മൾ അവന്റെ മക്കളായി Because we തീർന്നതുകൊണ്ടാണ്. have become his children. അതല്ല ഇവിടെ But that പറഞ്ഞിരിക്കുന്നത്. is not what is written ആ here. സ്നേഹമല്ല ഇവിടെ That പറഞ്ഞിരിക്കുന്നത്. love is not what is mentioned here. യേശുവിനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ആ വ്യക്തിയെ പിതാവ് അധികമായി സ്നേഹിക്കുന്നു. Those who love Jesus and obey his commandments, the Father God will love that person specially. ഞാനും അവനെ സ്നേഹിച്ച്, ഇപ്പൊ പിതാവ് അവനെ സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. So the Father loves that person and I will love that person and manifest myself to him. അപ്പം ലൂക്കോസ് 10 വായിച്ച യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So what was written in Luke chapter 10, that experience is not what written in John chapter 14. രക്ഷിക്കപ്പെടാൻ വേണ്ടി ലഭിക്കുന്ന യേശുവിന്റെ വെളിപ്പാടല്ല. It's not it's not about revealing Jesus for our salvation. അതിലപ്പുറമായുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Here it's talking about revealing Jesus more than that. വ്യക്തിപരമായി യേശു കർത്താവിനെ അടുത്തറിയുന്ന അനുഭവം. An experience where you can know Jesus Christ personally and so close. അവൻ നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവം. An experience where he walks with us. അവൻ നമ്മോട് സംസാരിക്കുന്ന അനുഭവം. An experience where he talks with us. അത് കർത്താവിന് ഇഷ്ടമാണ്. That is what he likes. നമ്മുടെ കൂടെ ജീവിക്കാൻ, To dwell, to live with us. നമ്മുടെ കൂടെ നടക്കാൻ, To walk with us. നമ്മുടെ മുറിയിൽ നമ്മോട് കൂടെ താമസിക്കാൻ, To live in our room with us. നമ്മുടെ വാഹനത്തിൽ നമ്മോട് കൂടെ യാത്ര To ചെയ്യാൻ, travel in our vehicle with us. നമ്മുടെ ബിസിനസ്സിൽ ഒരു പങ്കാളിയാകാൻ, To be partner in our business. നമ്മുടെ എഡ്യൂക്കേഷനിൽ ഒരു പങ്കാളിയാകാൻ, To be partner in our education. എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. God decides that he lives with us in all areas. ഒരു മറയുമില്ലാതെ, ഒരു ഗ്യാപ്പുമില്ലാതെ, ഒരു അകൽച്ചയുമില്ലാതെ, ഇപ്പം ഞാനും ഷാലോമും ഇവിടെ നിൽക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു യേശു കർത്താവ്. Without any gap or without any covering,
like I and Shalom is standing here together. Such a fellowship is what God ഇനി desires. 23 വാക്യം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായി എപ്പോഴും പറയുന്ന വാക്യമാണ്. Now verse 23, we have been saying this for many years. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. Jesus answered and said to him, if anyone loves me, he will keep my words, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. and my Father will love him. പിതാവ് ഒരു വ്യക്തിയെ വിശേഷാൽ സ്നേഹിക്കുന്നത് അവൻ യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ വചനം മുഴുവനും അനുസരിക്കുമ്പോഴാണ്. So the Father loves a person in a special way when that person loves Jesus and obeys all his commandments. അങ്ങനെ സ്നേഹിക്കുമ്പോൾ So when we love him like that, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കൂടെ വാസം ചെയ്യും. we will come to him and make our home with him. അതാ ഒരു വ്യക്തിയോടുള്ള ഒരു സ്പെഷ്യൽ പ്രോമിസ്, പ്രത്യേകാലുള്ള വാഗ്ദത്തമാണ്. And this is a special promise to that person. കർത്താവിനെ മാത്രം സ്നേഹിച്ച് A person who loves only Jesus, അവനെ പൂർണ്ണമായി സ്നേഹിച്ച് loving him completely അവന്റെ കട്ടളൊക്കെ and obey അനുസരിക്കുമ്പോൾ all his commandments, യേശു കർത്താവ് അവനെ സ്നേഹിക്കും. Jesus Christ will love that person, പിതാവ് അവനെ and സ്നേഹിക്കും. Father will love that person. യേശു കർത്താവ് അവനെ തന്നെ ആ വ്യക്തിക്ക് വെളിപ്പെടുത്തി And കൊടുക്കും. Jesus Christ will manifest himself to that person. അവിടെ കൊണ്ട് It's അവസാനിക്കുന്നില്ല. not ending there. പിതാവും പുത്രനും വന്ന് അവന്റെ കൂടെ താമസം ആരംഭിക്കും. The Father and Son will come and start dwelling with that person. ആമേൻ. Amen. അപ്പൊ നമ്മൾ ഈ വെളിപ്പാടിലെത്തിയോ? So did we come to this revelation? ഇതൊക്കെ പുസ്തകത്തിൽ വെറുതെ പറഞ്ഞിരിക്കുന്നതാണോ? Is it all written in the scriptures for no reason? നമുക്ക് അനുഭവമാകാൻ വേണ്ടിയല്ലേ? Is it not for us to experience? നമുക്ക് എന്താ ഇവിടെ എത്താൻ കഴിയാത്തത്? Why are we not able to reach this position? നമ്മുടെ ഈ പ്രാണനിൽ ഇരുട്ടുകൾ കിടക്കുക. Because there are still darkness that remains in our soul. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിലുപരിയായി നമ്മുടെ പ്രാണനെ സ്നേഹിക്കുന്നില്ലേ? We love our soul more, we love our life more than we love Jesus. ശരിയാണോ? Am I right? നമ്മുടെ സ്വയത്തിൻ്റെ സെൽഫ് വിൽ, നമ്മുടെ സ്വയത്തിൻ്റെ ഇഷ്ടങ്ങളെ കർത്താവിനേക്കാൾ അധികം നമ്മൾ സ്നേഹിക്കുന്നില്ലേ? We love the desires of our own will more than Jesus. നമ്മുടെ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ നമ്മൾ കർത്താവിനെക്കാട്ടിലും അധികമായി സ്നേഹിക്കുന്നില്ലേ? We love our husbands, our wife, or our children more than Jesus. നമ്മുടെ കരിയർ, നമ്മുടെ ഓഫീസ്, നമ്മുടെ പണം, ബിസിനസ്, വിദ്യാഭ്യാസം, ഇതിനൊക്കെ കർത്താവിനേക്കാൾ അധികം സ്നേഹിക്കുന്നില്ലേ? We love our career, our job, our business, our education more than Jesus. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു? What are we praying for these days? എന്ത് നമ്മുടെ സഭയുടെ ദർശനം? What is the vision of the church? നമ്മൾ 2.5 വർഷത്തിലധികമായി എന്തിനാ ഇങ്ങനെ Why are we പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? praying for 2.5 and more years? കർത്താവ് വന്ന് നമ്മുടെ കൂടെ താമസിക്കാൻ വേണ്ടിയല്ലേ? Is for God to come and make his home with us. അവന്റെ ഗ്ലോറി നമ്മിൽ നിറയാൻ വേണ്ടിയല്ലേ? We're praying that his glory will fill in us, നമ്മൾ അവന്റെ ഗ്ലോറി കാരിയേഴ്സ് ആകാൻ വേണ്ടിയല്ലേ? that we may become his glory carriers. 247 രാജ്യങ്ങളിലേക്കും അവന്റെ ഗ്ലോറി കാരിയേഴ്സ് ആയി പോകാൻ വേണ്ടിയല്ലേ? We pray that we go to 247 nations carrying his glory, അവന്റെ ഗ്ലോറി കാബോദ് നമ്മുടെ നടുവിൽ ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയല്ലേ? to see his glory, his kabod coming in our midst. പക്ഷെ നമ്മൾ ഇന്നും കർത്താവിനെ ഈ നിലവാരത്തിൽ സ്നേഹിക്കുന്നില്ല. But now we are not loving our Lord in this level. എത്രത്തോളം കർത്താവിനെ എനിക്ക് പിതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ടോ അവനെ വെളിപ്പെട്ട് കിട്ടിയ അളവിൽ മാത്രമേ എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുന്നുള്ളൂ. As much as the Father has revealed the Son to me, only in that level or amount I can love the Son. എനിക്ക് എന്നെ എപ്പോഴും ചലഞ്ച് ചെയ്യുന്നൊരു വാക്യമുണ്ട് ഗലേഷ്യൻസിനകത്ത്. There is one scripture in Galatians that always challenges me. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വചനമായിരുന്നു ഗലേഷ്യൻസിലെ And വാക്യം. this was the scripture I used to preach during the beginning of my ministry. എന്നോട് തന്നെ പറയുന്ന വചനമായിരുന്നു. This was the scripture that I used to speak to myself. ഞാൻ പ്രാർത്ഥിക്കുന്ന And വചനമായിരുന്നു. this was the scripture I used to pray about. ഗലാത്യർ 1:16. Galatians chapter 1 verse 16. ഗലാത്യർ 1:16. Galatians chapter 1 verse 16.
തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിപ്പിച്ചപ്പോൾ, അത് മാത്രം, അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിപ്പിച്ചപ്പോൾ But when it pleased God, പ്രസാദിച്ചപ്പോൾ when it pleased God to reveal his son in me, that I might preach him. അവന്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചു. When it pleased God to reveal his son in me. Praise be to the name of Lord Jesus. Hallelujah. നിങ്ങളെ വാക്യത്തിന്റെ ആഴം മനസ്സിലായോ? Did you understand that the meaning of this scripture? നിങ്ങൾ ബാക്കി എല്ലാ ശിഷ്യന്മാരെ എടുത്തു നോക്കിയേ. You can take all the other disciples. പൗലോസിനെ പോലെ അല്ലെങ്കിൽ ആ ലെവലിൽ അവർക്ക് ആർക്കും നിൽക്കാൻ പറ്റിയിട്ടില്ല. Nobody was able to stand like Paul did. അങ്ങനെ എനിക്ക് വിവേചിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയാ ഞാൻ. I don't know if I can discern like that, but I'm saying it. നിങ്ങൾ യേശുവിനെ കണ്ട ശേഷം അടുത്തൊരു യേശുവിനെ കാണണമെങ്കിൽ നിങ്ങൾ പോളിനെ നോക്കണം. After you have seen Jesus, if you want to see another Jesus, look into Paul. ശരിയാണോ? Am I right? മനസ്സിലായില്ല? നിങ്ങൾ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ, If you lived in that time, നിങ്ങൾ യേശുവിനെ കണ്ടു, you have seen Jesus. അടുത്തൊരു യേശുവിനെ കാണണമെങ്കിൽ നിങ്ങൾ അപ്പോസ്തലനായ പൗലോസിനെ നോക്കണം. If you want to see the next Jesus, you can look into Apostle Paul. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കണം. You can look into his life. എത്രത്തോളമാണ് കർത്താവിനു വേണ്ടി കഷ്ടം സഹിച്ചത്. How much struggles and sufferings he went through for the name of അത് Jesus. ഒരിക്കൽ ധൈര്യത്തോട് കയറി ഇങ്ങനെ പറഞ്ഞു. And once he spoke with boldness. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ള കഷ്ടം ഞാൻ എൻ്റെ ശരീരത്തിൽ അവൻ്റെ സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുന്നു. എന്തൊരു മനുഷ്യനാ! ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, അത്രയും കർത്താവ് സഹിച്ച കഷ്ടത്തിൽ എന്തെങ്കിലും അല്പമെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കഷ്ടവും കൂടെ ഞാൻ അവനു വേണ്ടി സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുകയാണ്. He's saying that if there is any lack in the sufferings that Jesus suffered for the church, I am fulfilling that suffering for the sake of his body. എന്തൊരു മനുഷ്യനങ്ങാര്! അത് ആർക്ക് പറയാൻ പറ്റും? Who can say that? കർത്താവിന്റെ കഷ്ടത്തിൽ ഒരു കുറവുമില്ല. There is no lack in the suffering of Jesus. കർത്താവ് ഏറ്റ കഷ്ടം അത് കംപ്ലീറ്റ് ആണ്. The suffering that Jesus bore on himself is complete. സഭയെ ജനിപ്പിക്കാൻ, to give birth to the church. സഭയെ ജനിപ്പിക്കാൻ കർത്താവ് എടുത്ത കഷ്ടം അതിന്റെ പൂർണ്ണതയിലുണ്ട്. Jesus Christ suffered to its fullness to give birth to the church. പോൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ്. But Paul is saying something else. ഈ സഭയെ, ഈ ജനിച്ച സഭയെ ക്രിസ്തു എന്ന തലയോളം വളർത്തിയെടുക്കാൻ ഇനി എന്തെങ്കിലും കഷ്ടം സഹിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ സഹിച്ച് ആ കുറവുള്ള കഷ്ടത്തെ അങ്ങ് ഫില്ലപ്പ് ചെയ്യാണ്. And he's saying that to make this church that was born to come to the fullness of Jesus Christ, to come to the maturity, I will suffer that sufferings on my body, that to fulfill that. തൻ്റെ ജീവിതത്തിൽ യേശുവിനെ വെളിപ്പെടുത്തി. And he revealed Jesus in his life. തൻ്റെ ശുശ്രൂഷയിൽ യേശുവിനെ In വെളിപ്പെടുത്തി. his ministry he revealed Jesus Christ. എല്ലാ മേഖലയിലും യേശുവിനെ വെളിപ്പെടുത്തി. In all areas of his life he revealed Jesus Christ. അവന്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചപ്പോൾ, And he's saying when it pleased God to reveal his son in me. ഞാൻ ശുശ്രൂഷയുടെ ആരംഭം മുതൽ പ്രാർത്ഥിക്കുന്ന വചനമായത്. This is one of the scripture that I used to pray for from the beginning of my ministry. പിതാവേ നിന്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്തണം. Father, reveal your son in me. ഹല്ലേലൂയ. Hallelujah. പുത്രനെ നമ്മിൽ വെളിപ്പെടുത്തുവാൻ പിതാവ് പ്രസാദിക്കുകയാണ്. The Father is being pleased to reveal his son in us. ആ വെളിപ്പെട്ട ലെവലുകൾക്ക് വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നത്. And what I'm saying is that the times that he was revealed, there was difference in that level. Amen. Amen. നമുക്ക് കർത്താവിനെ പൂർണ്ണമായും വെളിപ്പെട്ട് കിട്ടണം. We need to get that revelation in its fullness. പുത്രൻ ആരാണെന്ന് ഇന്നവനെന്ന് പിതാവിനെ അറിയത്തുള്ളൂ. Only the Father knows who the Son is. പിതാവ് വെളിപ്പെടുത്തി തരണം. Now the Father has to reveal his Son to us. നമുക്ക് ആദ്യം വെളിപ്പെടുത്തി കർത്താവായിട്ട്. And first he revealed to us as our Lord and Savior.
രക്ഷകനായി വെളിപ്പെടുത്തി, കർത്താവായി As our വെളിപ്പെടുത്തി. Lord and Savior, He revealed Him, the Son to us. ആ വെളിപ്പാടിൽ വലിയ വർധന ഉണ്ടാകണം. And in that revelation, we need much growth. ഈ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളുണ്ട്. You know, there are prayers that Paul prays. അതിനകത്ത് പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചുമുള്ള വെളിപ്പെടലുകൾ, പരിജ്ഞാനം നമുക്ക് വർദ്ധിക്കാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. And he's praying continuously for the Son to be revealed to us, for the revelation knowledge, for wisdom and ഞാൻ ഒരു understanding. വാക്യം മാത്രം ഇന്ന് വായിക്കാം. I'll read one scripture for you. കൊലോഷ്യൻസ് വായിക്കാം. I'll read for you from Colossians അതിൻ്റെ 1-ാം അധ്യായം chapter 1. അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ, അത് വലിയൊരു വാക്യമാണ്, ഒരു ഭാഗം മാത്രം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. Here it talks about increasing in the knowledge of God. പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. Increasing in the knowledge of the Heavenly Father. 2-ാം അധ്യായത്തിൽ Now in chapter 2, അതിൻ്റെ ഒന്നാം വാക്യത്തിൽ, verse 1. നിങ്ങൾക്കും ലവദോക്യയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു. For I want you to know what a great conflict I have for you and those in Laodicea, and for as many as have not seen my face in the flesh, that their hearts may be encouraged, being knit together in love, and attaining to all the riches of the full assurance of understanding, to the knowledge of the mystery of God, both of the Father and of Christ. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം, To the knowledge of the mystery of Christ. അതിൻ്റെ വിവേകപൂർണതയുടെ സമ്പത്ത്, To the riches of the full assurance of understanding. നമുക്കതൊന്നും വിവരിക്കാൻ സമയമില്ല. Now, I have no time to explain all this. അതായത് യേശുവിനെ വെളിപ്പെട്ടു കിട്ടുക, That is Jesus Christ being revealed to അത് us. ഘട്ടം ഘട്ടമായി നമ്മുടെ വളർച്ചയിൽ നമുക്ക് ലഭിക്കേണ്ട അനുഭവമാണ്. And this is an experience that we have to receive slowly and amount by amount in our growth. എത്രത്തോളം അവനെ വെളിപ്പെട്ടു കിട്ടുന്നുവോ As much as He is revealed to us, അത്രത്തോളം നാം അവനെ പോലായിത്തീരും. and that much we become like Him. Amen. Amen. എത്രത്തോളം യേശു കർത്താവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുവോ അത്രത്തോളം നാം അവനെ പോലാകും. As much as the Son Jesus Christ is revealed to us, we become that much like Him. എത്രത്തോളം യേശു കർത്താവിനെ നാം നമ്മുടെ അകത്ത് അനുഭവിക്കുന്നുവോ അത്രത്തോളം നാം അവനെ പോലാകും. How much we experience Jesus within us, that much we become like Him. ഈ രണ്ട് മർമ്മങ്ങൾ നിങ്ങൾ വരുമ്പോൾ, When we come to these two mysteries, നിങ്ങൾ യേശുവിനെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, when you start experiencing Jesus, യേശുവിനെ പോലെ വളരാൻ when തുടങ്ങുമ്പോൾ, you start growing like Jesus, പിന്നെ നിങ്ങളുടെ അകത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. then there is something that happens within you. എന്ത് വില കൊടുത്തും അവനെ സ്നേഹിക്കുക. You will love Him at any cost. എന്ത് വില കൊടുത്തും അവന്റെ കൽപ്പനകളെ You അനുസരിക്കുക. will pray any price and obey His commandments. അത് ലക്ഷ്യമുണ്ട്. And there is a aim for that. എനിക്ക് യേശുവിനെ മാത്രം പോരാ, Is that I don't want only Jesus. എനിക്ക് പിതാവിനെ വേണം. I also want the Father. യേശു വന്നത് എന്നെ പിതാവിങ്കിലേക്ക് And കൊണ്ടുപോകാനാണ്. Jesus Christ came to take me to the Father. യേശു എൻ്റെ കർത്താവാണ്. Jesus is my Lord. യേശു ഭൂമിയിൽ വന്നത് എന്നെ എൻ്റെ സ്വർഗീയ അപ്പനിലേക്ക് And നയിക്കാനാണ്. Jesus Christ came into this world to guide me to my Heavenly Father. എത്രത്തോളം യേശുവിനെ ഞാൻ അറിയുന്നുവോ, So as much as I know Jesus, എത്രത്തോളം യേശുവിനെ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നുവോ, as much as Jesus is revealed to me, അത്രത്തോളം ഞാൻ അവനെ പോലെ ആയിക്കൊണ്ടിരിക്കും. that much I become like Him. എത്രത്തോളം ഞാൻ യേശുവിനെ എൻ്റെ അകത്ത് അനുഭവിക്കുന്നുവോ, As much I experience Jesus within me, അവന്റെ ജീവനെ അനുഭവിക്കുന്നുവോ, when I experience His life, അവന്റെ ആത്മാവിനെ I അനുഭവിക്കുന്നുവോ, experience His Spirit, അവന്റെ തേജസ്സിനെ അനുഭവിക്കുന്നുവോ,
അനുഭവിക്കുന്നുവോ, experience His glory, അവന്റെ ജീവന്റെ ഗുണങ്ങൾ എൻ്റെ അകത്ത് when I അനുഭവിക്കുന്നുവോ, experience the goodness of His life in me, അത്രത്തോളം ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങും. that much I will start loving Him. അത് എന്നെ പിതാവിങ്കിലേക്ക് And കൊണ്ടുവരികയാണ്. that will bring me to the Father. പിതാവ് എന്നെ അത് കണ്ടിട്ട് സ്നേഹിക്കാൻ And when Father തുടങ്ങുകയാണ്. sees that He loves me, താൻ അയച്ച തന്റെ പുത്രനെ ഞാൻ സ്നേഹിക്കുമ്പോൾ, when I love the Son that the Father has sent, പിതാവ് അയച്ച പുത്രനെ ഞാൻ when I ബഹുമാനിക്കുമ്പോൾ, respect the Son the Father has sent, അവന്റെ ഇഷ്ടങ്ങളെല്ലാം when ചെയ്യുമ്പോൾ, I fulfill all His will, അവന്റെ കൽപ്പന മുഴുവനും when I അനുസരിക്കുമ്പോൾ, obey all His ഞാൻ commandments, അവനെ മാത്രം when I love സ്നേഹിക്കുമ്പോൾ, only Him, പിതാവ് എന്നെ പ്രത്യേക Father സ്നേഹിക്കുകയും will love me in a special way. പിതാവും പുത്രനും വന്ന് എന്റെ കൂടെ താമസം And ആരംഭിക്കുകയും Father ചെയ്യും. and Son will come and start their make their home അവന്റെ with me. കാബോധ് എന്റെ കൂടെ നടക്കാൻ And His തുടങ്ങും. kabod will walk with me. എന്റെ റൂമിൽ അവൻ എന്റെ കൂടെ വസിക്കാൻ And He will തുടങ്ങും. dwell with me in my room. എന്റെ ശുശ്രൂഷയിൽ അവന്റെ കാബോധ് വെളിപ്പെടും. And His kabod will manifest in my എന്റെ ministry. മാരേജിൽ അവന്റെ കാബോധ് His വെളിപ്പെടും. kabod will manifest in എന്റെ my marriage. തലമുറയിൽ ദൈവത്തിന്റെ തേജസ് His വെളിപ്പെടും. glory will manifest in my എന്റെ generation. സഭയിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. And His glory will manifest in my church. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ഒരുമിച്ച് Let എഴുന്നേൽക്കാം. us stand together. നമ്മുടെ അകത്ത് വലിയൊരു ദൈവത്തിന്റെ മഹത്വം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. Great amount of the glory of God is കർത്താവ് moving in our നമ്മോട് midst. The സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. Father is talking to us. യേശുവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകുകയാണ്. A heart that only loves Jesus is forming in us. നമുക്കിനി സ്വയത്തോട് ഇഷ്ടമില്ല. We don't love ourselves anymore. നമ്മുടെ പ്രാണനെ നമ്മൾ We ഇഷ്ടപ്പെടുന്നില്ല. don't love our life anymore. നമ്മുടെ കരിയറിനെ We ഇഷ്ടപ്പെടുന്നില്ല. don't love our careers anymore. ഈവൻ നമ്മുടെ ശുശ്രൂഷകളെ Even ഇഷ്ടപ്പെടുന്നില്ല. our ministries, we don't love ഈ it anymore. ഭൂമിയിൽ നമുക്കുള്ള സകലത്തെക്കാട്ടിലും ഉപരി നാം അവനെ We ഇഷ്ടപ്പെടുകയാണ്. love Jesus more than anything that we have in this world. അതിനാണ് പിതാവ് പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. And that is why the Father is revealing the Son to us. എത്രത്തോളം പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നുവോ, As much as the Son is revealed to us, അത്രത്തോളം നാം യേശുവിനെ പോലെ ആകുകയാണ്. that much we become like Jesus. യേശുവിന്റെ സ്വരൂപത്തോട് നാം അനുരൂപമായി That much തീരുകയാണ്. we are conforming to the image of the Son. തികഞ്ഞ പുരുഷത്വത്തിലേക്ക് And we എത്തിച്ചേരുകയാണ്. are coming to the fullness of the maturity of Jesus Christ. We are coming to that perfect man. കർത്താവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുന്ന അളവിലേക്ക് വളർന്നു We വരികയാണ്. are growing to the fullness of the stature of Jesus Christ. ക്രിസ്തു എന്ന തലയോളം വളർന്നു വരികയാണ്. We are growing to the head that is Jesus യേശു Christ. കർത്താവിന്റെ സ്വരൂപത്തോട് നാം അനുരൂപമായി We are തീരുകയാണ്. conforming to the image of Jesus. രണ്ട്, യേശു നമ്മിൽ വെളിപ്പെടുമ്പോൾ നാം അവനെ അനുഭവിക്കാൻ And തുടങ്ങും. secondly, when Jesus reveals in us, we experience Him. അവന്റെ ജീവൻ അനുഭവിക്കാൻ We തുടങ്ങും. experience His life. അവന്റെ ആത്മാവിനെ അനുഭവിക്കാൻ We തുടങ്ങും. experience His Spirit. അവന്റെ സ്നേഹം We അനുഭവിക്കാൻ തുടങ്ങും. experience His love. അവന്റെ സന്തോഷം, We experience സമാധാനം, His joy, His peace, ആശ്വാസം, His comfort, വിശ്രമം, rest. ഇതെല്ലാം അനുഭവിക്കാൻ We start തുടങ്ങുമ്പോൾ experiencing all ഞാൻ these. യേശുവിനെ പോലാകാൻ Now തുടങ്ങും. become like ഞാൻ Jesus. യേശുവിലേക്ക് വളരാൻ I തുടങ്ങും. grow to become like എനിക്ക് Jesus. അവനുമായി I'll പ്രാണബന്ധമുണ്ടാകും. have a close relationship with വലിയ Him. I'll have a സ്നേഹബന്ധമുണ്ടാകും. great love relationship ഞാൻ with Him. എന്നെ തന്നെ ഉപേക്ഷിക്കും. I will deny myself. ഈ ലോകത്തെ ഉപേക്ഷിക്കും. I'll deny this world. എന്റെ സ്വയത്തെ I'll ഉപേക്ഷിക്കും. deny myself. ഈ ഭൂമിയിൽ എനിക്ക് ലാഭമായതെല്ലാം അവന്റെ പരിജ്ഞാന നിമിത്തം ഞാൻ ഛേദമെന്നെണ്ണാൻ തുടങ്ങും. And everything that is gain for me in this world, I will count it as all loss by His knowledge. അങ്ങനെ ഞാൻ യേശുവിനെ സ്നേഹിക്കുമ്പോൾ And when I love Jesus like this, പിതാവ് എന്നെ പ്രത്യേക the സ്നേഹിക്കും. Father will love me in a special way. പിതാവും പുത്രനും എന്റെ കൂടെ വന്ന് താമസം And the ആരംഭിക്കും. Father and Son will come and make their home with us. അവന്റെ കൂട്ടായ്മ എനിക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ And I പറ്റും. will be able to experience His fellowship in അവന്റെ fullness. കാബോധ് എന്റെ കൂടെ ജീവിക്കാൻ And His തുടങ്ങും. kabod will live with me. നമ്മുടെ സഭ അങ്ങനെ ഒരുക്കപ്പെടുമ്പോൾ When our church prepares like that, അവന്റെ കാബോധ് നമ്മുടെ നാട് ഇറങ്ങി His വരും. kabod will come down in our midst. നമുക്ക് ഇങ്ങനെ ആകാൻ നമുക്ക് സ്വയമായി കഴിയത്തില്ല. We cannot by ourselves fulfill this. അത് അവന്റെ കൃപയാൽ നടക്കേണ്ട It കാര്യമാണ്. has to happen by His grace. അവന്റെ കൃപയാൽ നടക്കേണ്ട It has to കാര്യമാണ്. happen by His grace. അവൻ കൃപ നമുക്ക് തരും. He's giving us His grace. കൃപ നമുക്ക് തരും. He's giving us His grace. പരീക്ഷയിൽ മിക്ക പരീക്ഷകൾക്കും ഗ്രേസ് മാർക്ക് വെച്ചിട്ടുണ്ട്. For many examinations, they have put grace marks. പാസ്സാകുവാൻ മുഴുവൻ മാർക്ക് ലഭിച്ചില്ലെങ്കിലും Even if you don't get full marks to get
pass mark. നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് തരും. They will give you the grace marks. നമ്മൾ ഇന്ന് അവിടെ നിൽക്കുകയാണ്. Now we are standing in that position. നമുക്ക് കർത്താവിനെ പോലാകാൻ പറ്റിയിട്ടില്ല. We have failed to become like Jesus. നമുക്ക് അവനെ പൂർണ്ണമായി സ്നേഹിക്കാൻ ഇന്ന് വരെ We പറ്റിയിട്ടില്ല. have failed to love him with our whole heart. നമ്മൾ ഇന്നും മറ്റു പലതിനെ സ്നേഹിക്കുന്നുണ്ട്. Still today we love many other things. പക്ഷെ നമ്മുടെ അകത്തുനിന്നൊരു ആഗ്രഹമുണ്ട്. But in our heart there is a നമുക്ക് desire. യേശുവിനെ പോലാകണം. We want to become like Jesus. അവനെ മാത്രം We സ്നേഹിക്കണം. want to love only Jesus. അവന്റെ കൽപ്പനയെല്ലാം We want to അനുസരിക്കണം. obey all his commandments. പക്ഷെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. But we fail many times. എന്നാൽ അവൻ നമുക്ക് ഗ്രേസ് മാർക്ക് തരും. But he is giving us this grace mark. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് പരിവർത്തിച്ചു And that is കൊണ്ടിരിക്കുന്നത്. why the Holy Spirit is moving in നമ്മളെ us യേശുവിനെ പോലാക്കാൻ വേണ്ടിയാ. to make us like Jesus. ആ ദൈവത്തിന്റെ കാബോ നമുക്ക് തരാൻ വേണ്ടിയാ. To give us his kabod. നമ്മുടെ അകത്തുള്ള ഇരുട്ടുകളെല്ലാം മാറ്റാൻ And വേണ്ടിയാ. to remove all darkness from within us. ദൈവം വെളിച്ചമാകുന്നത് പോലെ നമ്മെ വെളിച്ചമാക്കാൻ To വേണ്ടിയാ. make us light just as God is light. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് Let us പ്രാർത്ഥിക്കാം. surrender and pray before the presence കർത്താവേ, നിന്നെ of God. മാത്രം സ്നേഹിക്കാൻ, Father, to love you alone. നിന്നെ മാത്രം To ആഗ്രഹിക്കാൻ, desire for you alone. നിനക്ക് വേണ്ടി മാത്രം To ജീവിക്കാൻ live only for you. ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. We have that desire. ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് We have കർത്താവേ. this desire, Father. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് We കർത്താവേ. love you, Father. പക്ഷെ പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടു Many times പോയിട്ടുണ്ട്. we fail. ഞങ്ങൾ പലപ്പോഴും ലോകത്തെ Many സ്നേഹിക്കുന്നുണ്ട്, times we love this world. സ്വയത്തെ Many സ്നേഹിക്കുന്നുണ്ട്, times we loved ഞങ്ങളുടെ ourselves. ഭൗതിക നന്മകളെ Many സ്നേഹിക്കുന്നുണ്ട്, times we loved our earthly ഞങ്ങളുടെ blessings. ബന്ധങ്ങളെ നിന്നെക്കാൾ ഉപരി We സ്നേഹിക്കുന്നുണ്ട്. loved our relationships more than you. പക്ഷെ ഇന്ന് കൃപ തന്നിരിക്കാൻ സ്തോത്രം But ചെയ്യുന്നു. thank you that you have given us grace നിന്നെ today മാത്രം സ്നേഹിക്കാൻ, to love you alone, നിന്റെ എല്ലാ കൽപ്പനകളും to അനുസരിപ്പാൻ, obey all your നിന്നെ commandments, പോലായി to തീരുവാൻ become like you. തന്ന ആ ഗ്രേസ് മാർക്കിനെ ഞങ്ങൾ ഇന്ന് We സ്വീകരിക്കുന്നു. receive that grace mark you ആ have given us പ്രമോഷൻ ഞങ്ങൾ today. We സ്വീകരിക്കുന്നു. receive that promotion. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തേജസ് ഇറങ്ങി ഞങ്ങളുടെ ഇരുട്ടുകളെ മാറ്റാൻ വേണ്ടി We pray പ്രാർത്ഥിക്കുന്നു. that your glory will come down and remove all our darkness. നിന്റെ തേജസ്സിനാൽ ഞങ്ങളുടെ ഇരുട്ടുകൾ നീക്കാൻ വേണ്ടി We പ്രാർത്ഥിക്കുന്നു. pray that your glory come down in us and remove all our ഞങ്ങളുടെ darkness. സകല പാപങ്ങളെ നീക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. We pray that you remove all our sins. സകല അശുദ്ധികളെ നീക്കാൻ വേണ്ടി We pray പ്രാർത്ഥിക്കുന്നു. you remove all our filthiness. സകല ഭാരങ്ങളെ മാറ്റാൻ വേണ്ടി We pray that പ്രാർത്ഥിക്കുന്നു. you remove all our burdens. സകല ഭയത്തെ മാറ്റാൻ വേണ്ടി We പ്രാർത്ഥിക്കുന്നു. pray that you remove all our fears. എല്ലാ നിരാശയും നീക്കാൻ വേണ്ടി We pray പ്രാർത്ഥിക്കുന്നു. that you remove all our depression. എല്ലാ കോപത്തെ മാറ്റാൻ വേണ്ടി We pray പ്രാർത്ഥിക്കുന്നു. that you remove all our anger. എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റാൻ വേണ്ടി We pray that പ്രാർത്ഥിക്കുന്നു. you remove all our negative ഞങ്ങളുടെ അകത്ത് emotions. കർത്താവുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ വർദ്ധിക്കാൻ വേണ്ടി We pray പ്രാർത്ഥിക്കുന്നു. that we increase in our love relationship in our hearts നിന്റെ towards the മക്കളെ Lord. ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. Father, we bless your children ഇന്ന് കേട്ട together. വചനത്താൽ നിന്റെ ജനം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി We pray പ്രാർത്ഥിക്കുന്നു. that the people will be blessed by the word that I've heard today. കർത്താവേ, ഞങ്ങളെ സഭയായിട്ട് അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്ക് നന്ദി We പറയുന്നു. thank you that you are preparing us as a church, നീ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുമല്ലോ. that you will come down in our midst. പിതാവും പുത്രനും ഞങ്ങളുടെ ഒപ്പം വസിക്കുമല്ലോ. Father and Son will make your home with us. നിന്റെ ഷെക്കൈന ഗ്ലോറി ഇവിടെ വസിക്കുമല്ലോ. Your glory will dwell in this place. നിന്റെ കാബോദ് ഞങ്ങളുടെ നടുവിൽ വസിക്കുമല്ലോ. Your kabod will dwell in midst of us. This is the time of Kabod. തേജസ്സിന്റെ സമയമാണ് ഞങ്ങൾ We പ്രഖ്യാപിക്കുന്നു. declare that this is the time of kabod. ഹല്ലേലൂയ. Hallelujah. ഞങ്ങൾ ഒരുമിച്ച് We സ്വീകരിക്കുന്നു. receive it together. അതിന്റെ കൃപകളെ ഞങ്ങൾ We receive സ്വീകരിക്കുന്നു. all grace. Thank you, Father God. Thank you, Jesus. Thank you, Father God. Hallelujah. 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 ആ Hallelujah. വിശുദ്ധ കരങ്ങൾ ഉയർത്തി നന്ദി Let us പറഞ്ഞാട്ടെ. raise our hands and give God ഈ വചനം thanks. സ്വീകരിച്ചാട്ടെ. Let us receive this ഈ വചന scriptures. വെളിപ്പാട് Let us സ്വീകരിച്ചാട്ടെ. receive the revelation of ഈ these വചന വെളിപ്പാട് scriptures. Let us സ്വീകരിച്ചാട്ടെ. receive the ഈ revelation. കൃപ Let സ്വീകരിച്ചാട്ടെ. us receive this ഈ grace. ഗ്രേസ് മാർക്ക് Let us സ്വീകരിച്ചാട്ടെ. receive this grace ഈ mark. പ്രൊമോഷൻസ് Let us സ്വീകരിച്ചാട്ടെ. receive this promotion. ദൈവത്തിന്റെ ഹൃദയം നമ്മോട് The പ്രസാദിച്ചിരിക്കുകയാണ്. heart of God has been pleased upon us. ദൈവ ഹൃദയം നമ്മുടെ മേൽ The heart പ്രസാദിച്ചിരിക്കുകയാണ്. of God has been pleased upon ദൈവം us. നമ്മോട് God സംസാരിക്കുകയാണ്. is talking to us. നമ്മുടെ ഹൃദയങ്ങൾ അവങ്കിലേക്ക് തിരിക്കുകയാണ്. He's turning our hearts towards Him. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും സ്നേഹത്തിലേക്ക് തിരിക്കുകയാണ്. Holy Spirit is turning our hearts towards the love of the Father and the Son. നമ്മുടെ അകത്തുള്ള ലോകത്തെ പുറത്തു കളയുകയാണ്. He's taking out the world that is in us. ജഡമോഹത്തെ പുറത്തു കളയുകയാണ്. Taking out the lust from our heart. പാപത്തെ നീക്കം ചെയ്യുകയാണ്. Removing sin from within us. ശാപങ്ങളെ നീക്കം He's ചെയ്യുകയാണ്.
മാറ്റുകയാണ്. curse from us. ജഡത്തിന്റെ ശക്തികളെ He's മാറ്റുകയാണ്. removing the power of the flesh from us. സ്വയത്തിന്റെ ഇഷ്ടങ്ങളെ He's മാറ്റുകയാണ്. removing the will of our flesh from us. ദൈവവചനം നമ്മിൽ And നിറയ്ക്കുകയാണ്. He's filling our hearts with the word of God. ആഴത്തിൽ നമ്മളെ പണിയുകയാണ്. He's building us from deep within. ആഴത്തിൽ നമ്മളെ He's ശുദ്ധീകരിക്കുകയാണ്. sanctifying from deep within us.